നമസ്കാരം. ശ്രീനി ആലക്കോടാണ്. ആലക്കോട് ടൗണിൽ നിന്നാണ്. എനിക്ക് പിന്നിൽ ഒരുപാട് വ്യാപാരികൾ നിൽക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കാനാണ് ഇവിടെ എത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഹരിയാട്ടൻ, അക്ഷിഷ് സാർ, മൊയ്തുരിക്ക, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട ഗുരുതരമായ വിഷയമാണ്. വ്യാപാരികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇവർ ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്ന വിഷയം. ഹരിയേട്ട, എന്താണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? എല്ലാ ദിവസവും ഒരു 10-20 വണ്ടി ആലക്കോട് പട്ടണത്തിൽ വരികയാണ്. അത് പച്ചക്കറി ആയാലും പലചരക്കായാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാ സാധനങ്ങളും കൊണ്ട് വരികയാണ്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളും ഇതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളാണ്. അവരെക്കാൾ നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങളാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെപ്പോലെ തന്നെ അവർക്ക് ഈ ആലക്കോട്ടേക്ക് കച്ചവടം ചെയ്യാമല്ലോ. അവർക്ക് നല്ല റൂമുണ്ട്, ഇഷ്ടംപോലെ കാലി റൂമുകളുണ്ട് ആലക്കോട്. അവർക്ക് അതേപോലെ റൂമെടുത്ത് കച്ചവടം ചെയ്യേണ്ടതിന് പകരം അവരെന്തിനാണ് ഈ വെയിലും മഴയും കൊണ്ട് റോഡിലേക്ക് കച്ചവടം ചെയ്യുന്നത്? എന്തിനാണ് ഈ വാഹനത്തിൽ കച്ചവടം ചെയ്യുന്നത്? എന്തിനാണ് പബ്ലിക് റോഡിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? വഴിയോര കച്ചവടം നമ്മുടെ കേരളത്തിൽ നിരോധിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ വഴിയോര കച്ചവടത്തിന് ഇപ്പോഴാണ് ഗവൺമെൻറ് പിന്നെയും ഒത്താശ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വഴിയോര കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ആ കൊടുക്കുമ്പോഴും അതിന് ചില നിയമവശങ്ങളുണ്ട്. പഞ്ചായത്ത് ഒരു സ്ഥലം അനുവദിക്കും. ഇങ്ങനെയുള്ള മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ വഴിയോടെ കച്ചവടക്കാർക്ക് വേണ്ടി ഒരു സ്ഥലം അനുവദിക്കും. ആ സ്ഥലത്തിനകത്ത് വേലി കെട്ടിയിട്ട് വേണം അവർ വ്യാപാരം ചെയ്യാൻ. ആലക്കോട് പഞ്ചായത്ത് അങ്ങനെ സ്ഥലം അനുവദിച്ചിട്ടില്ല. സാധാരണ പൊതുജനങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു സംശയമുണ്ട്. ഈ വഴിയോര കച്ചവടത്തിൽ സാധനങ്ങൾ വരുമ്പോൾ അത് വിലക്കുറവാണ്, നല്ല സാധനമാണ്, ഞങ്ങൾക്ക് വ്യാപാരികളിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കുറച്ച് ഞങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ള ഒരു ധാരണ പൊതുവെ നമ്മുടെ പൊതുജനങ്ങൾക്കുണ്ട്. ആകർഷിച്ചാൽ അത് ശരിക്കും അത് ശരിയല്ലേ? അത് ശരിയല്ല. കാരണം ഇതിന് കൃത്യമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിളും ഈ ബിനാമികളായിട്ട് വലിയ ടൗണിലെ അവരുടെ സാധനം വേസ്റ്റായിട്ട് കിടക്കുന്നത് ഇവർ ചെറിയ വിലയ്ക്ക് എടുക്കുന്നു. അല്ലെങ്കിൽ ആ ബിനാമികൾ തന്നെ ദിവസക്കൂലിക്ക് ആളെ വിട്ട് ഈ ടൗണിൽ കൊണ്ടുവന്ന സാധനം എടുക്കുന്നത്. നിങ്ങൾ ശ്രീനി തന്നെ നോക്ക്, അതിൽ ഒരു സാധനം എന്തെങ്കിലും എടുത്ത് നോക്ക്. ഫ്രൂട്ട്സ് ഓറഞ്ച് ആണെങ്കിലും ഇതാണെങ്കിലും 1 കിലോ കൊടുക്കുമ്പോൾ അത് 2 എണ്ണം നല്ലത് കിട്ടൂല. ഒന്ന് വാങ്ങിയൊരു പിന്നെ വാങ്ങില്ല. വീഡിയോയിലും കാണാറുണ്ട് 1.5 കിലോ 50 രൂപ, 1.5 കിലോ 100 രൂപ. കടയിൽ എത്രയുണ്ടെന്ന് നമ്മൾ ചോദിക്കാം. ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും മൊയ്തുരിക്ക ഇന്ന് നമ്മുടെ ഒപ്പമുണ്ട്. മൊയ്തുരിക്ക, ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയം ആലക്കോട് ടൗണിൽ നടന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പ്രതിഷേധ പ്രകടനവുമായി വ്യാപാരികൾ രംഗത്തെത്തിയിട്ടുള്ളത്. എന്താണ് ഇന്ന് സംഭവിച്ചത് അവിടെ? ഇന്ന് ശരിക്കും എല്ലാ ദിവസങ്ങളിലും പോലെ ഫ്രൂട്ട്സ് കച്ചവടവുമായിട്ട് വണ്ടികൾ ആലക്കോട് വരാറുണ്ട്. എങ്കിലും അവരോട് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും അവർ വണ്ടിയെടുത്ത് പോകാറ് ചെയ്യാറ്. ഇന്ന് ഇവർ കൂട്ടമായിട്ടാണ് എത്തിയത്. വളരെ വ്യാപാരികൾക്ക് നേർക്കെതിരെ ഇന്ന് പ്രകോപനപരമായി അവർ സംസാരിക്കുകയും വ്യാപാരികളെ പിടിച്ച് തള്ളുകയും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ചാണ് ഇന്ന് തള്ളിയത്. അപ്പോൾ അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അവർ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ പാലത്തിനപ്പുറത്തും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അപ്പുറത്തും ടൗണിൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വണ്ടികളുടെ കച്ചവടം അനുവദിക്കില്ല. അത് വ്യാപാരികൾ കൂട്ടായി തന്നെ ആ കച്ചവടത്തെ എതിർക്കും. കാർഷിക മേഖലയിലെ വൻ പ്രതിസന്ധി നേരിടുന്ന ഈ സമയം വ്യാപാരികളും വലിയ പ്രതിസന്ധിയിലാണ് നമ്മുടെ നാട്ടിൽ പോകുന്നത്. ഞാൻ പല സ്ഥലത്തും ഇന്ന് പയ്യന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയപ്പോഴും ആളുകൾ പറയാണ് ഒരാളില്ല ടൗണിൽ. ഒന്നാമത് ചൂട്, അതുപോലെ തന്നെ ആരും കടയിലേക്ക് വന്ന സാധനങ്ങൾ വാങ്ങുന്നില്ല. ഞങ്ങൾ ആകെ വിഷമത്തിലാണ്, ലോൺ എടുക്കാൻ പറ്റുന്നില്ല, വട്ടിപ്പലിശക്ക് പല ആൾക്കാരും പിന്നെ കടമെടുത്തിട്ടൊക്കെയാണ് വ്യാപാരം നടത്തുന്നത്, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ആത്മഹത്യയുടെ വഴിയിലാണ് ഞങ്ങൾക്ക് എന്ന് ഈ വ്യാപാരികൾ പറയുമ്പോൾ അതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള വഴിയോര കച്ചവടങ്ങൾ നമ്മുടെ നാട്ടിൽ സജീവമാകുന്നത്. നിങ്ങൾ വഴിയോര കച്ചവടക്കാരെ മൊത്തം ആക്ഷേപിച്ച് പറയുന്നതല്ല. നിങ്ങൾക്ക് വഴിയോര കച്ചവടം ചെയ്യണം, നിങ്ങൾക്ക് ജീവിക്കണം, ഓക്കെ, എല്ലാം സംഗതി ഓക്കെയാണ്, ശരിയാണ്. പക്ഷേ അതിനപ്പുറത്ത് വ്യാപാരികൾ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്നതിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ വില കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ അവിടെ നിങ്ങളുടെ അടുത്താണ് ആളുകൾ സാധനം മേടിക്കുക. ഇവിടെ നികുതി അടച്ച്, പഞ്ചായത്ത് നികുതി അടച്ച്, എല്ലാത്തിനും GST അടച്ചിട്ട് ചെയ്യുന്ന കെട്ടിട വാടക 10,000 കണക്കിന് രൂപ വാടക അയച്ചിട്ടാണ് പല ആളുകളും കച്ചവടം ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ഹരിയാട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവർ വന്നോട്ടെ, അല്ലെ? അങ്ങനെയാണ് ഹരിയാട്ട് പറഞ്ഞത്. നിങ്ങൾ വന്ന് വരിക, നിങ്ങൾക്ക് റൂം എടുത്ത് എന്തോ പറയാനുണ്ടല്ലോ, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും ഞങ്ങൾ. അവർ വന്നു കഴിഞ്ഞാൽ ഈ വില കുറഞ്ഞ സാധനങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ വില കുറഞ്ഞ സാധനം എവിടുന്ന് എടുത്തിട്ട് വന്നിട്ട് വലിയ വിലയ്ക്ക് വിറ്റിട്ട് അന്നേരം നമ്മൾ ഒരു സാധനം വ്യാപാരി കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഒരു 50 കിലോ ഉണ്ടെങ്കിൽ അവൻ 5 ദിവസം കൊണ്ട് ചെയ്യുന്നത് ഇവർ 1 മണിക്കൂർ കൊണ്ട് പൈസ ആക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഈ പിന്നെ പാവപ്പെട്ട നാട്ടുകാരെ പറ്റിച്ച് ഈ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വ്യാപാരികൾ അങ്ങോട്ട് പോയി മുട്ടിയാലും അനങ്ങത്തില്ല. പൊതുവെ അവരുടെ സ്വഭാവമാണ്. കാരണം അവർക്ക് വീണ്ടും കച്ചവടം ചെയ്യണമല്ലോ എന്നുള്ള ആ ധാരണപ്പുറത്താണ് ആരോടും എതിർക്കാതെ അവർ അവിടെ തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നത്. ഇന്ന് അവർക്ക് നൊന്തു. അവരിൽ ചില ആളുകളെ ഈ വഴിയോര കച്ചവടക്കാരുമായിട്ട് സംഘർഷമുണ്ടായി. വഴിയോര കച്ചവടക്കാർ ഒരു കാര്യം ഓർക്കുക, ഇത്തരത്തിലുള്ള വ്യാപാരികളില്ലെങ്കിൽ നിങ്ങൾക്കും ഇത്തരം നാടുകളിൽ കച്ചവടം ചെയ്യാൻ കഴിയില്ല. വ്യാപാരികൾ കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ടൗണുകളിൽ ആളുകൾ ഇറങ്ങുന്നത്. അങ്ങനെയാണ് വ്യാപാരികൾക്കും നിങ്ങൾക്കുമൊക്കെ കച്ചവടം ഉണ്ടാകുന്നത്. എന്തായാലും വ്യാപാരികളും വഴിയോര കച്ചവടമാരും ഒക്കെ നല്ല മനസ്സോടുകൂടി സഹോദരങ്ങളെ പോലെ പോകേണ്ടവർ തന്നെയാണ്. യാതൊരു തർക്കവുമില്ല. എല്ലാവരും മനുഷ്യരാണ്. ആരെയും കയ്യേറ്റം ചെയ്യുവാനുള്ള അധികാരം ആർക്കും തന്നെ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.